അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ചിക്കൻ ഇസ്റ്റ് തയ്യാറാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണതെന്ന് നോക്കട്ടാ. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ചേരുവകൾ: പകുതി ബ്രോക്കോളി, ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5 ചുള, ഇഞ്ചി മീഡിയം സൈസിൽ, വലിയ പച്ചമുളക് ആയത് കാരണം 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം തന്നെ നമ്മൾ അരപ്പുണ്ടാക്കി വെക്കുക. അണ്ടിപ്പരിപ്പും അതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടെ അരച്ചു കൊടുക്കുക. എന്നിട്ട് അരപ്പുണ്ടാക്കിയതിന് ശേഷം അത് മാറ്റി വെക്കുക. അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കട്ടെ. കൂടുതൽ പൊടിയാൻ പാടില്ല, അപ്പോൾ നമ്മുടെ സ്റ്റൂവിൻ്റെ കളറ് മാറും. അപ്പോൾ ഇതേപോലെ തന്നെ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി വേണം കേട്ടോ. ഇത്രയും ചേരുവകൾ മതി. അപ്പോൾ അതെല്ലാം ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുറിച്ചെടുത്തിട്ടുണ്ട്. വിനാഗിരിയിൽ തന്നെ ഇട്ട് ബ്രോക്കോളിയൊക്കെ ഉള്ളത് കാരണം ഉപ്പും വിനാഗിരിയും കൂടെ തന്നെ പച്ചക്കറി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ചിക്കനും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് ഈ പച്ചക്കറി എടുത്തിട്ടുള്ളത്. പച്ചക്കറി എത്ര വേണമെങ്കിലും ഇടട്ടാ, നല്ല ടേസ്റ്റാണ്. ചിക്കനും പച്ചക്കറിയും കൂടെ ആകുമ്പോൾ ബ്രോക്കോളി ആണെങ്കിൽ പ്രത്യേകിച്ച്. ബ്രോക്കോളി ഇല്ലയെന്ന് വെച്ചിട്ട് അതിന് പകരം ഒരു ഉരുളക്കിഴങ്ങും കൂടെ എടുത്താൽ മതി കേട്ടോ. ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വെക്കാതിരിക്കണ്ട. അതിന് പകരം ഒരു ഉരുളക്കിഴങ്ങും കൂടെ എടുത്താൽ പക്ഷേ ബ്രോക്കോളി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എന്നിട്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഓൺ ചെയ്തിട്ട് പിന്നെ ഓഫാക്കുക കേട്ടോ. അതിന് ശേഷം ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഓരോ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ ക്യാരറ്റ്, ബ്രോക്കോളി, തക്കാളി, ഇഞ്ചിയും പച്ചമുളകും നമ്മൾ കുറച്ച് എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫുള്ള് ഞാൻ കാണിക്കണില്ല. അപ്പോൾ എല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഇഞ്ചി ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ അല്ലാതെ ചെറിയ തക്കാളി ഉണ്ടല്ലോ, വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി വേപ്പില ഇട്ട് കൊടുക്കുക, ലാസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. അതിന് ശേഷം അത് തുറന്നിട്ട് അതിലേക്ക് കുരുമുളകും ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത്തിരി ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. ആദ്യം ഗരം മസാലപ്പൊടിയും അതേപോലെ തന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ആണ് നമുക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാതും മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും. ആവിയിൽ തന്നെ വെന്തെടുക്കണം കേട്ടോ. ആവിയിൽ വേവിച്ചിട്ട് കഷ്ണങ്ങൾ വേവിച്ചിട്ട് വേണം. അതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആരും ഇട്ട് കൊടുക്കാറില്ല സ്റ്റിൽക്ക്. ഞാൻ ഈ സ്റ്റിൽക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. സ്റ്റിൻ്റെ കളറൊന്നും മാറില്ല. എന്നിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ച കുരുമുളകും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മൂടി വെക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം, വെറുതെ പറയല്ല. എല്ലാതും തയ്യാറാക്കിയതിന് ശേഷം കറി വെക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയാവും. ആദ്യം തന്നെ ചിക്കനും പച്ചക്കറിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം അടുപ്പിൻ്റെ അടുത്ത് കൊടുന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ചതച്ച കുരുമുളക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അത് കൂടുതലായിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ നമ്മുടെ കുരുമുളക്. അപ്പോൾ ഇസ്റ്റൂവിൻ്റെ കളറ് മാറും. ഇതേപോലെ ചതച്ചെടുക്കുക. അതേപോലെ തന്നെ ഒപ്പം തന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മല്ലിച്ചപ്പ് ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഉണ്ടല്ലേ, ഒക്കെ മിക്സായിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ. വെന്ത് കിട്ടിയിട്ടില്ല. 5 മിനിറ്റും കൂടെ വേവിച്ചെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടാ. നല്ലൊരു ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെ ചെയ്ത് നോക്ക്. നല്ല കുരുമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ
നല്ലൊരു മണമാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് വെറുതെ പറയണതല്ല, ചെയ്തിട്ട് കമൻറ്റ് പറയണം. ഇതേപോലെ അണ്ടിപ്പരിപ്പില്ല എന്ന് വിചാരിച്ചാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാൻ ഇത് അണ്ടിപ്പരിപ്പും കോൺഫ്ലവറും അതേപോലത്തെ ഒരു ഇസ്റ്റൂവാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പും കോൺഫ്ലവറും ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അതേപോലെ തന്നെ കുറച്ച് ക്രഷ് ചില്ലി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അര സവാള വേപ്പില മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും.